ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഒരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഡിസംബർ 10-ാം തീയതി എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. താൻ ഇങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതെന്താ ഭാഗ്യത്തിന് ഇവളോ ശീഘ്രം ഒരു മനമാറ്റം? പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ? പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇത് എന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. എനിക്കറിയാം ഈ വക പുലിവാലുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകും. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. നീ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? മതി പറയല്ലേ. എന്താ മാധവ, അത് വളരെ മോശം. എന്തൊരു ഗതികേടാണ് ഈശ്വര. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?